നമുക്കിന്ന് ബീഫ് ഗ്രേവി പോലെ വെക്കാം. അപ്പോൾ ചപ്പാത്തി, ഇടിയപ്പം എല്ലാ സാധനങ്ങൾക്കും എടുക്കാൻ പറ്റിയൊരു ഗ്രേവി കേട്ടോ. അതിന് വേണ്ടിയിട്ട് 2 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 175 ഗ്രാമോളം സവാള ഉണ്ടാവും കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 15 വെളുത്തുള്ളി, 6 പച്ചമുളക്. സവാള അങ്ങ് ഒരുപാട് മൊരിയണ്ട, ഒരു പച്ച ചുവ മാറണം. അപ്പൊ ഇനി ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്തേക്കാം. 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. ഇനി ഇറച്ചി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി നന്നായി കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്കർ അടിച്ചൊന്ന് വെക്കാം കേട്ടോ. 6 വിസിൽ വരെ ഒന്ന് നമ്മൾ ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കൊരു ചപ്പാത്തി ഉണ്ടാക്കാം. ഗോതമ്പ് പൊടിയായിട്ട് എടുത്തേക്കുന്നത് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ചൂടുവെള്ളത്തിലല്ല കേട്ടോ കുഴച്ചെടുക്കുന്നത്, പച്ചവെള്ളത്തിൽ ഇട്ടിട്ടാണ് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത്. ചപ്പാത്തിയുടെ പരുവൊക്കെ എല്ലാവർക്കും അറിയാലോ, അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. നന്നായി തന്നെ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണം കേട്ടോ. ചപ്പാത്തിക്ക് കുഴക്കുമ്പോൾ ഇച്ചിരി വലിപ്പമുള്ള ഒരു പാത്രം തന്നെ എടുക്കണം. ചപ്പാത്തിക്ക് കുഴച്ചിട്ട് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. വെക്കണേക്ക് മുമ്പ് നമ്മൾ നന്നായി തന്നെ കുഴച്ചിട്ടുണ്ടാവണം. നിങ്ങളൊക്കെ വലിയ ചപ്പാത്തി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ചപ്പാത്തി കൊഴിഞ്ഞു കഴിയുമ്പോൾ, ചപ്പാത്തിയുടെ മാവ് കൊഴിഞ്ഞു കഴിയുമ്പോൾ നമ്മതേ ഉരുട്ടുമ്പോൾ ഇതുപോലെ ബോള് പോലെ കറങ്ങി വരും കേട്ടോ. കണ്ടോ, കുഴ നല്ലതാണെങ്കിൽ മാത്രമേ ഇങ്ങനെ കിട്ടുള്ളൂ കേട്ടോ. കുറച്ച് ചപ്പാത്തിക്ക് നമ്മൾ കുഴച്ച് വരുമ്പോഴത്തേക്കും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുന്നേ. നമ്മൾ മേടിച്ച് കഴിക്കുന്ന ചപ്പാത്തിയിലും നല്ലത് നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതല്ലേ. ഞാൻ ചപ്പാത്തി ഇങ്ങനെ വാങ്ങി കഴിക്കാറില്ല കേട്ടോ. കണ്ടോ, വീണ്ടും അത് ബോള് പോലെ കൂർത്തിങ്ങനെ വരും. കണ്ടോ, മുകളിൽ പരുന്നു, താഴെ നല്ല കൂർത്തും വരും. ഞാനിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ചുടാട്ടോ. പരുത്തിയിട്ടൊക്കെ വേണം ചുടാനായിട്ട്. ഇപ്പം ഞാൻ വലിയ ചപ്പാത്തി പരുത്തുന്നതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ എന്ന് കാണിച്ചു തരാം. അരമണിക്കൂർ കഴിഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കാൻ പോകണം. അതെ, നന്നായി കുഴഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്രയും പൊടിയും കൊണ്ട് നമ്മൾ 3 ബോളാക്കിയായിട്ട് എടുത്തേക്കുന്നത്. നമുക്കിനി ഒന്ന് പരുത്താം. ചപ്പാത്തിയുടെ സൈഡൊക്കെ ആദ്യത്തെ ഇതുപോലെ ആ ബോളൊന്ന് എടുക്കണം കേട്ടോ. കൈ കൊണ്ട് തന്നെ നമ്മൾ ആദ്യം കുറച്ച് വലുതാക്കണം. ഇനി നമുക്കിതൊന്ന് പരുത്തിയെടുക്കാം. ചപ്പാത്തി പരത്താനായിട്ട് പ്രത്യേകിച്ച് പലകളോ കാര്യങ്ങളോ ഒന്നും വേണ്ടാട്ടോ. നമുക്ക് ഇതുപോലത്തെ ഒരു ബേസന്റെയോ വലിയ പാത്രത്തിൻ്റെയോ താഴ്ഭാഗത്ത് വെച്ച് ഇതുപോലെ പരുത്തിയെടുത്താൽ മതി കേട്ടോ. തിരിച്ചു മറിച്ചും നിങ്ങൾ പരുത്താം. അപ്പൊ നമ്മുടെ പൊടി ശരിക്ക് ഈ ബോളിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ചപ്പാത്തി ഒന്ന് ചുടാനിടാം കേട്ടോ. ഇങ്ങനെ ചപ്പാത്തി ഒന്ന് പൊങ്ങി തുടങ്ങുമ്പോൾ ഒന്ന് മറിച്ചിടാം. രണ്ടാമതും മറിച്ചിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് തുണി വെച്ച് ഇതെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ചെയ്യരുത് കേട്ടോ. ആദ്യം തന്നെ ചെയ്ത മാവ് ചട്ടിയിൽ പൊട്ടിയിരിക്കും. ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ സൈഡും പൊങ്ങി നന്നായി വെന്ത് വരും കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ ഞാൻ ബീഫ് കറിയാണ് എടുക്കണേ.
സ്റ്റൈല് ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. ചപ്പാത്തിയും ബീഫ് കറിയും ആർക്കും ഇഷ്ടമില്ലാത്തല്ലേ? ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് കാണുമ്പോൾ വല്ലാതെ കൊതി തോന്നും കേട്ടോ. അപ്പം ഇതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഹോട്ടൽ സ്റ്റൈലിൽ ബീഫ് കറി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, ഫാമിലി ചപ്പാത്തി, വലിയ ചപ്പാത്തിയാണ് കേട്ടോ ഇത്. ഫാമിലി ചപ്പാത്തി, ചപ്പാത്തിയുടെ കൂടെ ഞാൻ ബീഫ് കറിയായിട്ട് എടുത്തേക്കുന്നത്.